ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യകാലങ്ങളിൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നു, റേഡിയേഷൻ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പിന്തള്ളിയ ഒരു ബ്രാൻഡായിരുന്നു MI അല്ലെങ്കിൽ ഷവോമി. എന്നാൽ ഇന്ന് മറ്റു ബ്രാൻഡുകളെല്ലാം പിന്തള്ളി സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്ത് അവർ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. MIയുടെ ഫോൺ മാത്രമല്ല, ടെലിവിഷൻ, MI ബാൻഡ്, അതുപോലെ തന്നെ ലഗേജസ് കൊണ്ടുവന്ന ബാഗ്, എന്തിനേറെ MI പ്യൂരിഫയർ വരെ പുറത്തിറങ്ങി കഴിഞ്ഞു. ഈ ആഴ്ച നമ്മൾ പറയുന്നത് MIയുടെ ഏറ്റവും വില കുറഞ്ഞത് എന്ന് തന്നെ പറയാവുന്ന ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ്, 6Aയുടെ റിവ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ അൺബോക്സിങ്ങും. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. വെൽക്കം ടു അവർ ചാനൽ ഫുഡ് ഫോട്ടോ വാക്ക്. (12nm quad-core processor, 13.8 cm HD display and 13 megapixel camera. ആദ്യമായി നമുക്ക് 6Aയുടെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. പാക്കറ്റിലുള്ളത് ഫോണ്, പവർ അഡാപ്റ്റർ, അതുപോലെ തന്നെ മൈക്രോ USB ചാർജർ, പിന്നെ വാറണ്ടി പേപ്പർ. ഇതൊക്കെയാണ് ഫോണിൻ്റെ കവറിനകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലീക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കർവ്ഡായിട്ടും തിന്നായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ പിടിക്കാനും അതുപോലെ തന്നെ സ്ലിപ്പാകാതെ കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടുന്നതിനൊക്കെ ഈ ഒരു ഡിസൈൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ നോക്കുകയാണെങ്കിൽ ബാറ്ററി 3000 mAh 3000 mAhൻ്റെ ബാറ്ററിയാണ് ഫോണിനുള്ളത്. MIUI 9 അല്ലെങ്കിൽ നേരത്തെ മറ്റ് ഫോണുകളിലുള്ളതുപോലെ തന്നെ MIയുടെ യൂസർ ഇൻ്റർഫേസ് 9 ആണ് ഈ ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത്. 12nm quad-core processor യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ച് ലെസ് എനർജി കൺസ്യൂമിംഗ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ഡിസ്പ്ലേയുടെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 18:9 എന്നുള്ള ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണുന്നതിന് അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടെ ഒരു വലിയൊരു സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട്. സ്ക്രീനിൻ്റെ ഏതാണ്ട് 80% തന്നെ, അതായത് മോർ ദാൻ 80% ഒരു കവർ ചെയ്യുന്ന രീതിയിൽ, ഒരു ഫ്രണ്ട് സർഫസിൻ്റെ ഒരു 80% തന്നെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിൻ്റെ ക്യാമറയാണ്. ഏതാണ്ട് 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലൈറ്റ് സെൻസിങ് സെൻസറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലോ ലൈറ്റിലും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കേണ്ട കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ, ഒരുപാടൊന്നും ബ്ലർനെസ് വരാതെ തന്നെ നമുക്ക് ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പർച്ചർ നോക്കുകയാണെങ്കിൽ f2.2 ആണ് ഈ 13 മെഗാപിക്സൽ ക്യാമറയുടെ അപ്പർച്ചർ വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഉള്ളത്. കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ സെൽഫി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ഫോണുകളിലുള്ള പോലെ ബ്യൂട്ടിഫൈ മോഡ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡ് ഇങ്ങനെയുള്ള മോഡുകളൊക്കെ ഇതിലും വരുന്നുണ്ട്. PDAF ടെക്നോളജി അല്ലെങ്കിൽ IS എന്നീ ടെക്നോളജികൾ ക്യാമറയിൽ എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് PDAF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് എന്നുള്ള ടെക്നോളജിയാണ്. അതുപോലെ തന്നെ IS ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഷെയ്ക്ക് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ വലിയ ഒരു ബ്ലർനെസ് ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് അതുപോലെ തന്നെ സെൽഫി എടുക്കാനായിട്ട് സാധിക്കും. ഇനി വീഡിയോയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ HD വീഡിയോ, അതായത് 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ഫുൾ HD വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 2 സിമ്മിൻ്റെ സ്ലോട്ടാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ മൈക്രോ SD കാർഡിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്ലോട്ടും അവർ കൊടുത്തിട്ടുണ്ട്.
എക്സ്പാൻഡബിൾ മെമ്മറി അപ് ടു 256 256 GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫോണിൽ. ഇത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ അൺലോക്ക് ഇല്ലെങ്കിൽ തന്നെയും ഫേസ് അൺലോക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് അൺലോക്ക് ക്യാമറയിൽ അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ. 2 വേരിയൻറ്റിലാണ് ഫോൺ വരുന്നത്. ഒന്ന് 2GB RAM 16GB ഇൻറ്റേർണൽ മെമ്മറി, അതുപോലെ തന്നെ 2GB RAM 32GB ഇൻറ്റേർണൽ മെമ്മറി. ഇതിന് മുമ്പുണ്ടായിരുന്ന റെഡ്മിയുടെ ഫോണുകൾ റെഡ്മി 5A അല്ലെങ്കിൽ റെഡ്മി 4A ഈ ഫോണുകളിൽ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ മികച്ച ഫോൺ തന്നെയാണ് റെഡ്മിയുടെ 6A എന്ന് പറയുന്ന ഈ പുതിയ ഫോൺ. പ്രധാനമായിട്ട് 4 കളറിലാണ് ഫോൺ വരുന്നത്. റോസ് ഗോൾഡ്, ഗോൾഡ്, ബ്ലൂ, ബ്ലാക്ക് എന്നീ 4 കളറിലാണ് ഫോൺ വരുന്നത്. ഈ പ്രൈസിൽ ഒരു 6000 എന്നുള്ള ഒരു റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ് റെഡ്മിയുടെ 6A എന്നുള്ള ഫോണ്. മറ്റ് ബ്രാൻഡുകളിൽ ഏകദേശം ഈ റേഞ്ചിലുള്ള ഫോണുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഒരു ഫോൺ തന്നെയാണ് റെഡ്മി 6A എന്നുള്ള ഫോണ്. ഇനി ഈ ഫോണിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഫിംഗർ പ്രിൻറ്റ് സെൻസറില്ല അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഫോണിൽ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും 6000 രൂപയ്ക്ക് വരുന്ന ഫോണിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൾട്ടി ടാസ്കിങ് ഗെയിമിംഗ് എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഫോണിൻ്റെ സ്പീഡ് അല്പം കുറയാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഒരു ഫോട്ടോഗ്രാഫി ലെവൽ നോക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും ഈ ക്യാമറയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. 3000 mAh ബാറ്ററി ചില സമയങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ നെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളിൽ അതുപോലെ തന്നെ ഗെയിമിംഗ് അങ്ങനെയുള്ള ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ 3000 mAh ബാറ്ററി കുറച്ച് കുറവാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. Bye for now, stay tuned, and this is Food for Work.